വാർത്തകളുമായി അവർ ടിവി 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajuma. വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ 7:30 വിഴിഞ്ഞം തുറമുഖത്തെത്തി. വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം ആദ്യമായി ഒരു പഠനത്തിന് വിധേയമാക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് 1996 നയനാർ ഗവൺമെന്റ്. അതിന്റെ പഠന റിപ്പോർട്ടെല്ലാം വന്നു കഴിഞ്ഞിട്ട് അത് തുടർന്ന് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. രണ്ടാമത് വീണ്ടും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യത്തെ ഒരു ടെൻഡർ നടത്തിയത് ബഹുമാനപ്പെട്ട AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അന്നൊരു ചൈനീസ് കമ്പനി വോട്ട് ചെയ്തിരുന്നെങ്കിലും ആ ചൈനീസ് കമ്പനിക്ക് ആ ടെൻഡർ ഉറപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയിരുന്നു. അതുകൊണ്ട് അതും പിന്നീട് നിർത്തിവെക്കേണ്ടി വന്നു. അതിനുശേഷം 2006 അധികാരത്തിൽ വന്ന VS-ന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് വിഴിഞ്ഞം തുറമുഖം യഥാർത്ഥത്തിൽ ഒരു തുറമുഖം എന്ന രൂപത്തിൽ സീപോർട്ട് 2010 ആഗസ്റ്റ് 11 ആദ്യമായി കമ്പനി ഉദ്ഘാടനം ചെയ്തു. അന്ന് വിജയകുമാറായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ആ ചടങ്ങിൽ സംബന്ധിച്ചു. അവർ വീണ്ടും ഇത് ടെൻഡർ ചെയ്തിരുന്നു. ആ ടെൻഡർ നടപടിക്രമം അനുസരിച്ച് ആന്ധ്രാപ്രദേശിലൊരു കമ്പനി വോട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇതൊരു നെഗറ്റീവ് ടെൻഡറായി. ആ ടെൻഡർ യഥാർത്ഥത്തിൽ അവർക്ക് ലെറ്റർ ഓഫ് ഇന്റന്റൊക്കെ ഗവൺമെന്റ് കൊടുത്തിരുന്നു. പക്ഷേ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയിൽ സംബന്ധിച്ച് മറ്റൊരു കമ്പനി കേസ് കൊടുത്തു. ആ കേസുകൾ വന്നുകൊണ്ട് പിന്നീട് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് വന്നിട്ടുള്ള UDF ഗവൺമെന്റ് അവസാന ഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ച കരാറുണ്ടാക്കാൻ അദാനിയുമായി ബന്ധപ്പെടുന്നത്. ആ കരാറിൽ നമുക്ക് സ്വീകാര്യമല്ലാത്ത ചില നിബന്ധനകളെല്ലാം വന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ പിന്നീട് വന്ന പിണറായി വിജയൻ ഗവൺമെന്റാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ ഇടവന്നത്. ഇത് ചരിത്രം. ലോകത്തെ ആദ്യ AI വിശ്വസുന്ദരി കിരീടം ചൂടി കെൻസ ലൈലി. 1500 AI നിർമ്മിത മോഡലുകളെ പിന്തള്ളിയാണ് കെൻസ കിരീടം ചൂടിയത്. ചുട്ടുപൊള്ളുന്ന ചൂടിന് ആശ്വാസമായി വേനൽ മഴ. അബുദാബിയിലെ ചില പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ട്. നഴ്സുമാർക്ക് അവസരങ്ങളുമായി നോർക്ക റിക്രൂട്ട്സ് സൗദി റിക്രൂട്ട്മെന്റ്. അഭിമുഖം ജൂലൈ 22 മുതൽ 26 വരെ കൊച്ചിയിൽ. രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജൻ AI കോൺക്ലേവ് ഇന്ന് കൊച്ചിയിൽ ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ ലോകോത്തര കമ്പനിയായ IBM ആണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. 1000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ പരിപാടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ രാജ്യത്തെ പ്രധാന ഹബ്ബായി മുന്നേറാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് ഊർജം പകരും. UAE-യിലെ പ്രമുഖ പ്രവാസി വ്യവസായി അന്തരിച്ചു. ദുബൈ ആസ്ഥാനമായ ചിറ്റിലപ്പള്ളി ജുവലേഴ്സ് ചെയർമാനും ദുബൈ ഗോൾഡ് ആൻഡ് ജുവലറി ഗ്രൂപ്പ് ചെയർമാനുമായ സണ്ണി ചിറ്റിലപ്പള്ളി ആണ് അന്തരിച്ചത്. നെടുമങ്ങാട് ഗുഡ്വിൽ പാരലൽ കോളേജ് നടത്തിയിരുന്ന പ്രിയപ്പെട്ട ശ്രീകുമാർ സാറിന് ആദരാഞ്ജലി. യൂറോ കപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ നെതർലാൻഡ്സിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ഫൈനലിൽ കടന്നു. ജൂലൈ 15 രാത്രി 12:30 നടക്കുന്ന ഫൈനലിൽ ഇംഗ്ലണ്ട് സ്പെയിനിനെ നേരിടും. വിംബിൾഡൺ വനിതാ ടെന്നീസ് വനിതാ സിംഗിൾസിൽ എലേനയും ബാർബോറ സെമിയിലേക്ക് മുന്നേറി. വിംബിൾഡൺ പുരുഷ വിഭാഗത്തിൽ സിന്നറെ മറിച്ച് മെദ്വാദേവ് സെമിയിൽ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajuma.